ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഒരു ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തി. ദിബ്രുഗഡ് ജില്ലയിലെ മൊറാൻ ബൈപ്പാസിൽ സജ്ജമാക്കിയ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ പ്രദർശനം അദ്ദേഹം ഇപ്പോൾ വീക്ഷിക്കുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ സൈനിക, സിവിൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതിനായി വ്യോമസേനയുമായി ഏകോപിപ്പിച്ച് നിർമ്മിച്ച വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ കേന്ദ്രമാണിത്. ഉച്ചയ്ക്ക് ശേഷം ഗുവാഹത്തിയിൽ 5450 കോടി രൂപയിലധികം ചെലവ് വരുന്ന വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്കൊരുങ്ങി ന്യൂഡൽഹി. ഈ മാസം 16 മുതൽ 20 വരെയാണ് ഉച്ചകോടി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ തുടങ്ങി നിരവധി ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി മേഖലയിലെ സഹകരണം ലക്ഷ്യമിട്ട് ജനങ്ങൾ, ഭൂമി, വികസനം എന്നീ 3 പ്രമേയങ്ങളിലൂന്നിയാണ് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ഇ-ബസ് സേവാ പദ്ധതിയുടെ കീഴിലുള്ള പുതിയ ഇലക്ട്രിക് ബസുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെക്ടർ 43 ISBT ചണ്ഡിഗഡിൽ വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ 169 നഗരങ്ങളിലായി 10,000 ഇലക്ട്രിക് ബസുകൾ വിന്യസിക്കുന്നതിനായി 2023 ഓഗസ്റ്റിൽ ആരംഭിച്ച കേന്ദ്ര സർക്കാർ സംരംഭമാണ് PM ഇ-ബസ് സേവാ പദ്ധതി. 2019 പുൽവാമ ഭീകരാക്രമണത്തിൽ ജീവൻ ത്യജിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ. ശക്തവും സുരക്ഷിതവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ സൈനികരുടെ ത്യാഗം ഓരോ പൌരനും പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. സൈനികരുടെ ആത്മസമർപ്പണവും ദൃഢനിശ്ചയവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ പുതിയ ബഹുനില കാർ പാർക്കിംഗ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വൈകുന്നേരം നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 30 കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ചതാണ് ഈ കേന്ദ്രം. റോഡപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ഹൃദയം, കരൾ, വൃക്കകൾ, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യും. ഇതോടെ സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളായി മാറിയിരിക്കുകയാണ് ആലിൻ ഷെറിൻ എബ്രഹാം. മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻ ജോണിന്റെയും ഏക മകളാണ് ആലിൻ. ദുഃഖകരമായ ഈ അവസ്ഥയിലും മാതാപിതാക്കൾ എടുത്ത തീരുമാനം അങ്ങേയറ്റം ആദരണീയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗ യാത്ര മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. ഇന്നലെ കൊണ്ടോട്ടിയിലെ ആദ്യ സ്വീകരണത്തിന് ശേഷം അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും ജാഥ പര്യടനം നടത്തി. അതേസമയം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ തിരൂർ, താനൂർ, പൊന്നാനി എന്നിവിടങ്ങളിലെത്തി. ഇന്ന് രാവിലെ എടപ്പാളിലെ സ്വീകരണത്തിന് ശേഷം ജാഥ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. 122 നിയോജക മണ്ഡലങ്ങളിൽ ഇതിനോടകം ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഹിയറിംഗ് അവശേഷിക്കുന്ന 16 മണ്ഡലങ്ങളിൽ ഉടൻ തന്നെ നടപടികൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. സംസ്ഥാനത്ത് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ച് തൊഴിൽ വകുപ്പ്. പകൽ താപനില ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ വിശ്രമവേളയായിരിക്കും. ജോലി സമയം രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തി. മെയ് 20 വരെയാണ് ഈ സമയക്രമീകരണം. കൊല്ലം പുനലൂർ ചാലിയക്കരയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരിച്ച രഘുനാഥൻ പിള്ളയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് PS സുപാൽ MLA. കുടുംബത്തിന് 15 ലക്ഷം രൂപ ധനസഹായം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ രാവിലെയാണ് റബ്ബർ മരങ്ങൾക്ക് നമ്പരിടുന്ന ജോലിക്കിടെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ രഘുനാഥപിള്ള മരിച്ചത്. പ്രസിദ്ധമായ 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് വിദ്യാധിരാജ നഗറിൽ നാളെ തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 3:45-ന് തിരുനാവായ മഹാമാഘ മഹോത്സവ പരമാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഉദ്ഘാടനം നിർവഹിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.